സ്നേഹവാനായ ഞങ്ങൾ സ്വർഗീയ നല്ല കർത്താവേ, തിരുസന്നയിലെ കർത്താവെ നന്ദിയോടെ അടുത്തു വരുന്നു. ദീർഘനാൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവിന്റെ മക്കൾക്ക് ഒരു ഭവനം പണിയാൻ കർത്താവ് കൃപ കൊടുത്തതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഭവനത്തിന്റെ പണികളൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കർത്താവിന്റെ സാന്നിധ്യവും കൃപയും പണിമുടക്കി കൂടിയിരുന്ന നന്ദിയുടെ സ്തോത്രം. പിതാവേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളിവിടെ ആയിരിക്കുന്നു. കർത്താവിന്റെ തിരുസാന്നിധ്യം എഴുന്നള്ളുന്ന ഞങ്ങൾ ശുശ്രൂഷ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ആവശ്യമായ സ്വർഗീയ നന്മകൾ നിറയ്ക്കുന്ന കർത്താവ്, കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന സ്വന്തക്കാർക്കും കടന്നിരിക്കുന്ന ഉദ്യോഗാധികളും ഭവനാംഗങ്ങൾക്കും എല്ലാം കർത്താവെ അവിടുത്തെ കൃപയും സാന്നിധ്യം അനുഗ്രഹം നൽകി അവിടെ ഞങ്ങളെ ശുശ്രൂഷകൾ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സ്തുല്യമായ നാമത്തിൽ ആമേൻ. കർത്താവിന്റെ സ്തുതിക്കായിട്ട് 356 ഗീതത്തിന്റെ ചരണങ്ങൾ ചേർന്നുകൊണ്ട് 356 ഗീതം എന്നോടുള്ള സർവ നന്മകൾക്കായി എന്നോടുള്ള സർവ്വനന്മകൾക്കായി ഞാനെന്നു ചെയ്യേണ്ടു നിനക്കേശുപാരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ നന്ദി കൊണ്ടെന്നെയുള്ള പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നിത്യദൈവമേ, ഈ വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ നിങ്ങൾ നിന്ന് ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഇപ്പോൾ ഈ ഭവനത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവേ, നീ വീടിനെ ശുദ്ധീകരിക്കുകയും ഈ വീടിന്റെ നാഥനായി എന്നും ഇതിൽ വസിക്കുകയും ചെയ്യണമെന്ന് നസ്രത്തിലെ ഭവനത്തിന്റെ നാഥനായിരുന്ന യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ഭവനത്തിനും ഇതിൽ പാർക്കുന്നവർക്കും പ്രവേശിക്കുന്നവർക്കും എന്നേക്കും സമാധാനം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഭവനത്തെ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. Yeah.
എനിക്കായി ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രാർത്ഥിക്കാൻ തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓരോരായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ പിതാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളും ഞങ്ങൾ നിങ്ങൾ ആരംഭിച്ച് നടത്തി ഞങ്ങൾ നിന്റെ പരിശുദ്ധാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കും നിന്റെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നിന്റെ മഹാൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുൻപിടുകയും ഇടപെടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സംഗീതവും ബലവുമാകുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങൾ നീ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. ഈ കുടുംബത്തിന് നാഥനും ഈ ഭവനത്തിന് രക്ഷകനുമായി നിന്നെ അംഗീകരിക്കുവാൻ ഈ വീട്ടിൽ പാർക്ക് നിന്റെ മക്കൾക്ക് നിരന്തരമായ ആശ്രയവും വിനയവും വിശ്വസ്തതയും നൽകണമെന്ന് കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സംഗീതവും പാഠഭാഗവും വായിച്ചു. 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴെക്കൂടി നടന്നാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെണ്ണ അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അവൻ യെരിഹോവിൽ മേലുണ്ടായിരുന്ന നിന്റെ കരുതലിനായ സംരക്ഷണത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. നിന്നോട് എന്നും നന്ദിയുള്ളവരായിരിക്കുവാനും ഇനിയും സഹായിക്കുവാൻ നിന്റെ കരം ശക്തമാണെന്ന് ഉറപ്പുള്ളവരായിരിക്കുവാനും നിന്റെ പൂർണ്ണത നിറവേറ്റുവാൻ സദാ സന്നദ്ധരായിരിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരമാകുന്നു. ഈ സ്വീകരണ മുറിയിൽ വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും ഇടപാടുകളും നിനക്ക് മഹത്വം വരുത്തുന്നവയും പ്രസാദകരവുമായിരിക്കേണ്ടതിന് അതിഥികളെയും ആതിഥേയരെയും തിരുസാന്നിധ്യത്താൽ ശക്തീകരിക്കണം. അന്യോന്യമുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുവാൻ, സ്നേഹബന്ധത്തിൽ വളരുവാനും, കൂട്ടായ്മയിൽ ബലപ്പെടുവാനും, പരസ്പരം അഭിവൃദ്ധിപ്പെടുത്തുവാൻ നിന്റെ ദാസരെ സഹായിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സ്വീകരണ മുറിയെയും പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ആമേൻ.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടേ നടത്തിയ വിധങ്ങളിൽ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും ആമേൻ. സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ സാന്നിധ്യം ഭയാശങ്കയിൽ നിന്ന് വിടുതലും ഹൃദയത്തിന് സമാധാനം നൽകുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവാനും സമാധാനത്തിൽ വിശ്രമിച്ച് പുതുശക്തിയും ചൈതന്യവും കാമിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമേ. അവർ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും തിരുസാന്നിധ്യം അവർക്ക് ഒരു കോട്ടയായിരിക്കണം. യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായിരിക്കുന്ന ദൈവമേ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായുള്ള സ്ഥലത്ത് നിന്റെ സാന്നിധ്യം നിന്റെ ദാസൻ രൂപാന്തരപ്പെടുത്തിയവർ പ്രാർത്ഥനയിലൂടെ ദൈവ സംസർഗം അനുഭവിക്കുവാനും പുതുശക്തി പ്രാപിക്കുവാനും സഹായിക്കണമേ. ആത്മാവിലും സത്യത്തിലും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധന നിനക്ക് പ്രസാദകരമായി യാഗമായി സ്വീകരിച്ച മക്കളെ അനുഗ്രഹിക്കണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാനാമത്തിൽ ഈ കടമോടി പ്രതിഷ്ഠിക്കപ്പെടുന്നു. ആമേൻ. നിത്രമഭദ്രമുള്ള പദവിയെ പുഴുക്കൾക്കാരുള്ള നിത്രമഭദ്രമുള്ള പദവിയെ പുഴുക്കൾക്കാരുള്ള പാത്രദായേലുമില്ല. നിന്റെ കൃപയെത്ര വിചിത്രമാകൂ. പാത്രദായേലുമില്ല. നിന്റെ കൃപയെത്ര വിചിത്രമാകൂ. ജീവന്റെയും ആരോഗ്യത്തിന്റെയും ദാതാവായ ദൈവമേ, നിന്നിൽ വിശ്രമിക്കുവാനും നിന്നിൽ നിന്ന് പുതുശക്തി പ്രാപിക്കുവാനും നിന്റെ മക്കൾക്ക് നിന്നിലുള്ള സ്ഥിരമായ ആശ്രയം നൽകണമേ. തങ്ങളുടെ കിടക്കയിൽ നിന്നെ ധ്യാനിച്ച് സൗന്ദര്യവും സമാധാനവും അനുഭവിക്കുവാൻ നിന്നിൽ അവരുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ.
രാത്രിയിൽ ഞങ്ങൾ തൃക്കയിൽ ഉറങ്ങുന്നു എന്ന ബോധം നിന്റെ മക്കൾക്ക് നൽകണമേ. പുതിയ പ്രഭാതത്തിൽ നീതി സൂര്യന്റെ ശോഭ കണ്ട് ഉണർന്നെഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുവാൻ കൃപ നൽകണമെന്ന് യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായ ദൈവമേ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമുള്ള ഈ സ്ഥലത്തെ നിന്റെ സാന്നിധ്യം നിന്റെ ദാസരെ രൂപാന്തരപ്പെടുത്തി അവർ പ്രാർത്ഥനയിലൂടെ ദൈവസംസർഗം അനുഭവിക്കുവാനും പുതുശക്തി പ്രാപിക്കുവാനും സഹായിക്കണമേ. ആത്മാവിലും സത്യത്തിലും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധന നിനക്ക് പ്രസാദകരമായി യാഗമായി സ്വീകരിച്ച് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ആമേൻ. യാചിക്കാത്ത നന്മകൾ പോലുമി എനിക്കേകിയൊരു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കിടക്കമുറി പ്രതിഷ്ഠിക്കപ്പെടുന്നു. ആമേൻ. സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവേ, നിന്റെ സാന്നിധ്യം ഭയാശങ്കയുള്ള വിടുതലും ഹൃദയത്തിന് സമാധാനവും നൽകുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവാൻ സമാധാനത്തോടെ വിശ്രമിച്ച് പുതുശക്തിയും ചൈതന്യവും പ്രാപിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണം. ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും തിരുസാന്നിധ്യം അവർക്കൊരു കോട്ടയായിരിക്കണം. യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായ ദൈവമേ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായുള്ള ഈ സ്ഥലത്ത് നിന്റെ സാന്നിധ്യം നിന്റെ ദാസനെ രൂപാന്തരപ്പെടുത്തി അവർ പ്രാർത്ഥനയിലൂടെ ദൈവസംസർഗം അനുഭവിക്കുവാൻ പുതുശക്തി പ്രാപിക്കുവാനും സഹായിക്കണമേ. ആത്മാവിലും സത്യത്തിലൂടെ അർപ്പിക്കപ്പെടുന്ന ആരാധന നിനക്ക് പ്രസാദകരമായ യാഗമായി സ്വീകരിച്ച് നിന്റെ മക്കളെ അനുഗ്രഹിക്കണം.
യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മുറിയെയും പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ആമേൻ. ഓരേയന്നെ നിത്യം നാടായിടണമേ. എന്റെ ഗീതം ഓരേയല്ലേ എൻ പിതാവേ, എന്റെ പോലെ നിന്റെ ഗീതം ഓരേയന്നെ നിത്യം നാടായിടണമേ. ജ്ഞാനത്തിന്റെ ഉറവിടമാകുന്ന നിത്യതയോട് ഇവിടെ വായനയിലും പഠനത്തിലും ഏർപ്പെടുന്നവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കണം. പഠനത്തിന് ആവശ്യമായ ഉത്സാഹവും സ്ഥിരതയും നൽകിയവരെ അനുഗ്രഹിക്കണം. ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണം. നമ്മൾ നേടുന്ന പരിജ്ഞാനം മറ്റുള്ളവരുടെ കൊണ്ട് അഭിവൃദ്ധിക്ക് നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാൻ വിശാലമായ ദർശനവും വിവേകവും ദുരിതാസർക്ക് നൽകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവമായ കർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മുറിയെയും പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ഈ പുഷ്പമായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. ആമേൻ. ഓരേയന്നെ നിത്യം നാടായിടണമേ. എന്റെ ഗീതം ഓരേയല്ലേ എൻ പിതാവേ, എന്റെ പോലെ നിന്റെ ഗീതം ഓരേയന്നെ നിത്യം നാടായിടണമേ. പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ദാനങ്ങളുടെയും ദാതാവും
അവയെ ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ നൽകി തരുന്നവനുമായ നല്ല കർത്താവേ, ഈ സംഭരണശാല നിത്യവും നിന്റെ നന്മകൾക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് നിറയുവാൻ, നിന്റെ നന്മകളെ അവർക്ക് ധാരാളമായി നൽകുവാൻ ഇഷ്ടം തോന്നണമേ. അവയെ നിന്റെ മഹത്വത്തിനും തങ്ങളുടെ മറ്റുള്ളവരുടെയും പ്രയോജനത്തിനുമായി ഉപയോഗിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ പരിപാലകനും രക്ഷിതാവുമായ യേശു മശീഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും നിന്റെ ധനത്തിനൊത്തവണ്ണം നിറവേറ്റി തരുന്ന ദൈവമേ, ഈ ഭവനത്തിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാചകം ചെയ്യുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരുടെ കൈകളെ നീ ശക്തീകരിക്കണമേ. ഭക്ഷണം നിന്റെ മക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിന്നിലുള്ള ആശ്രയത്തോടും ഉത്സാഹത്തോടും ഇവിടെ ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടതിന് അവർക്ക് കൃപ നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്തു പരിപാലിക്കുവാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മശീഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പാടും എന്റെ എനിക്കായി നീ ചെയ്തോ നീ ചൊല്ലുന്നു ഞാൻ നന്മകളും പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിന്റെ ധനത്തിനൊത്തവണ്ണം നിറവേറ്റി തരുന്ന ദൈവമേ, ഈ ഭവനത്തിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാചകം ചെയ്യുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരുടെ കൈകളെ നീ ശക്തീകരിക്കണം. ഭക്ഷണം നിന്റെ മക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിന്നിലുള്ള ആശ്രയത്തോടും ഉത്സാഹത്തോടും ഇവിടെ ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടതിന് അവർക്ക് ക്രമം നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്തു പരിപാലിക്കുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മശീഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ അടുക്കള മുറിയെയും പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും സെന്ററിലിടണം. നന്ദി ചൊല്ലുന്നു. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇവിടെ പേപ്പർ ഇടുന്നു. നന്ദി ചൊല്ലുന്നു. അവിടെ നിങ്ങൾ ചെയ്യുന്നത് കുഴപ്പമില്ല. യാചിക്കാത്ത നന്മകൾ
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും അർഹിക്കാത്ത നന്മകളും യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് സ്തുതി. ഏറെ സന്തോഷമുള്ള ഈ ദിവസത്തിന്റെ പ്രഭാതം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സാറിന്റെയും ടീച്ചറുടെയും അവരുടെയും മാതാവും ഒരുമിച്ച് പുതിയ ഒരു ഭവനം നിർമ്മിച്ച് അതിൽ പ്രാർത്ഥനയോടെ പ്രവേശിക്കുവാൻ ദൈവം നൽകിയ എല്ലാ സാവകാശത്തെ ഓർത്ത ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക അവലംബിച്ച് ഇവിടെ സഹായിക്കുകയും വൈകാതെ നൽകുകയും പ്രാർത്ഥനയിൽ ചുമൽ കൊടുക്കുകയും ചെയ്ത എല്ലാവരെയും നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുക. നമ്മുടെ CSIയുടെ ഈ കല്ലിടിയിൽ പ്രാർത്ഥനയുടെ ആരാധനാ ക്രമത്തിലുള്ള ഒരു വാചകം ഇപ്രകാരമാണ്: ഒരു പ്രവർത്തനം ഭംഗിയോടെ ആരംഭിക്കുന്നതിലല്ല, അത് പൂർത്തീകരിക്കുന്നതിലാണ് അതിന്റെ സന്തോഷം. പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നു, പല പദ്ധതികളും നമ്മൾ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ അതൊക്കെ ആരംഭിക്കുന്നു, പലതും പൂർത്തീകരിക്കുവാൻ മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു ലോകത്തിലായിരിക്കുമ്പോൾ ആരംഭിച്ചു, അത് പൂർത്തീകരിച്ചു, പ്രാർത്ഥനയോടെ അതിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ച ഈ അവസരം അത് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ദിനമാണ്. പ്രിയ കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരത്തെ വീണ്ടും നന്ദിയോടെ ഓർക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ വേദപുസ്തകത്തിലെ വാക്യങ്ങളും വ്യംഗ്യ അർത്ഥങ്ങളും ചുരുങ്ങിയ വാക്കുകളിൽ ഒരു വാക്യമൊക്കെ എഴുതുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വിശാലമാണ് എന്ന് നമുക്ക് അറിവുള്ളതാണ്. എപ്പോഴും സന്തോഷിക്കുമെന്ന്
2 തവണ ഒരു വാക്യം തന്നെ, ഒരു വാചകം, ഒരു സെന്റൻസ് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഇവിടെ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലായിരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം മനുഷ്യനെ സംബന്ധിച്ച് അത് എങ്ങനെയുള്ളതായിത്തീരാം എന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായി പ്രവർത്തിക്കുന്നു, മനുഷ്യ ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റൊരു തരത്തിലും ഒരു രീതിയിലും എല്ലാ ശിക്ഷണവും ജീവിതത്തിന് മാതൃകയുമാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ ക്രിസ്തീയ വിശ്വാസം തലമുറകൾക്കും പകർന്നു കൊടുത്തുകൊണ്ട് ഈ ദേശത്ത് വാർത്ത വിശ്വസതയായിരിക്കുവാൻ തുടർന്നും ഈ പ്രിയ മക്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം യേശുക്രിസ്തുവിൽ സംബന്ധിക്കുന്നവരും ഒരുമിച്ച് പ്രത്യേകിച്ച് ടീച്ചറും സാറും മാതാവും കുഞ്ഞുങ്ങൾ 2 പേരും അടങ്ങുന്നതായിരിക്കുന്ന അവരുടെ കുടുംബം സഭയിലും സമൂഹത്തിലുമൊക്കെ സുസ്ഥിരമായിരിക്കുന്ന നല്ല മാതൃകകളും സേവനങ്ങളും അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വ്യക്തിപരമായിരിക്കുന്ന മേഖലകളിലും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ക്രിസ്തുവേശുവിൽ ഈ സന്തോഷം പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ മുടക്കം കൂടാതെയുള്ള കുടുംബ പ്രാർത്ഥനയും അതിഥികളെ സ്വീകരിക്കുന്നതിലും സൽക്കരിക്കുന്നതും ഒക്കെ അത് ക്രിസ്തീയ വിശ്വാസത്തിൽ ഊന്നി എന്നുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ മാതൃകയോട് പ്രവർത്തിക്കുന്ന കുടുംബം മുൻപോട്ടും അത് അനുവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമയത്തിന്റെ സന്ദർഭത്തിലേക്ക് വരികയും ദൈവം ഈ കുടുംബത്തെ ധാരാളമായിട്ട് മുൻപോട്ടുള്ള നാളുകളിൽ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാർത്ഥനാ ഭവനമായിട്ട് ഈ ദേശത്ത് മനോഹരമായിരിക്കുന്ന നിലയിൽ കാലഘട്ടത്തിന്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും അനുസരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ദൈവം അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനമുള്ള മിനി ജോസഫൻ അച്ഛൻ ഇടയാറ്റുപാടം ഇടവകയുടെ വികാരിയായിരിക്കുന്നുവല്ലോ. നമ്മുടെ തൊട്ടിച്ചേർന്ന് ഈ ഇടയാറ്റുപാടം ഇടവയുടെ വികാരി എന്നുള്ള നിലയിലും ഈ ദേശത്തെ കർത്തൃ ശുശ്രൂഷകൻ എന്നുള്ള നിലയിലും അച്ഛൻ സുസ്ഥിരമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് നേതൃത്വം നൽകുന്ന ബഹുമാനമുള്ള മിനി അച്ഛനോടുള്ളതായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ മിനി അച്ഛനെയും അറിയിക്കുന്നു. മേവുള്ളൂർ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന ബഹുമാനമുള്ള സൈജ് സാറ് ഇന്ന് കുടുംബമായി നമ്മളോടൊപ്പമായിരിക്കുന്നു. കഴിഞ്ഞ കാലത്തെ സാറിന്റെ ശുശ്രൂഷകളും പ്രാർത്ഥനയ്ക്കും ഈ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹകരമായിരുന്നു. സാറിന്റെ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി അർപ്പിക്കുന്നു. പ്രിയ സൈജ് സാറിനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. മേവുള്ളൂർ സഭയുടെ കൈക്കാരന്മാര്, പ്രിയ കപ്പ്യാരിച്ചായൻ, പ്രിയപ്പെട്ട പുതിയ ഭവനത്തിലേക്കുള്ള ഇന്ന് കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മൾ വളരെ തിരക്കൊരു ഒരു ചെറിയൊരു സമയത്തിനുള്ളിലാണ് നമ്മൾ തീരുമാനിച്ചതെങ്കിലും എല്ലാവരും വെച്ച് ആദ്യത്തോടും സ്നേഹത്തോടും സംബന്ധിക്കുകയും ഈ ശുശ്രൂഷയിൽ നടത്താൻ വരികയും ചെയ്തു. എല്ലാം പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാവരും കാര്യങ്ങൾ ചോദിച്ച് അച്ഛനെയും സമയത്ത് അതോടൊപ്പം ഞങ്ങളുടെ ക്ഷണ സ്വീകരിച്ച് സഭാശിഷ്യപ്പായിരിക്കുന്ന സജിസാറിന് സ്വീകരിച്ച്
പ്രാർത്ഥിക്കാം. ഉണ്ടാകുവാനും നിന്റെ രാജ്യം വളരുവാനും കൃപ നൽകണമെന്ന് നസ്രത്തിലെ ഭവനത്തിന്റെ അനുഗ്രഹമായിരുന്ന യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഭവനത്തിലെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഒരുമിച്ച് സ്നേഹിതരായിട്ടും തല ഉണക്കുവാൻ നൽകിയ നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. സംഭവബഹുലമായിരിക്കുന്ന ഒരു ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവം ഞങ്ങൾക്ക് നൽകി തരുന്ന സംരക്ഷണയ്ക്കും കാവലിനും കരുതലിനുമായി സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ ഭവനത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ആഗ്രഹത്തിന്റെ പ്രാർത്ഥനയുടെയും ഫലമായിട്ട് മനോഹരമായിരിക്കുന്ന ഒരു ഭവനം ബലത്തിലും ഭംഗിയിലും പൂർണ്ണതയിലും ഇവിടെ ഉയരുവാനുള്ള പൂർണ്ണം ദൈവം സഹായിച്ച എല്ലാ വഴികളെയും ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇതിന്റെ ആരംഭം മുതൽ പൂർത്തീകരണം വരെയും അധ്വാനിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അപകടങ്ങളും അനർത്ഥങ്ങളും കൊണ്ട് മക്കളെ സുരക്ഷിതമായിട്ട് ഇവിടുന്ന് കാവൽ ചെയ്തല്ലോ, പരിപാലിച്ചല്ലോ. ഇതുവരെയും നൽകിയ ദൈവത്തിന് നടത്തിക്കൊടുത്തായിട്ട് സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന വഴികളിലും ദൈവത്തിന്റെ കരുണയും കൃപയും മക്കളോട് കൂടിയിരുന്നല്ലോ. കുഞ്ഞുങ്ങളെയും മാതാവിനെയും അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കരുണയുടെ വറവിൽ മുൻപോട്ടുള്ള നാളുകളിലും ഈ ദേശത്ത് മാർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇപ്പാൽക്കാലം ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന അഭിഷിക്തന്മാരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യകരുണയിൽ തുടർന്ന് ഞങ്ങൾ സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗസ്ഥലത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളെ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിർമ്മാണം. ആമേൻ. വിശ്വാസത്തോടു കൂടി ആശീർവാദം സ്വീകരിക്കാം. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. നീ അതിനെ വെറുത്ത നല്ലതിനോട് പറ്റിക്കൊള്ളി. സഹോദര പ്രിയയിൽ സ്ഥായികൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളി. ആശയിൽ സന്തോഷിക്കുകയും കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുകയും പ്രാർത്ഥനയിൽ കുറ്റിരിക്കുകയും ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുകയും ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ നടത്തിക്കണേ. ശിവ നടത്തുന്നത് ചെയ്തോ. ശരിയാണ്. ആദ്യമായിട്ട് പാല് കളിക്കുന്നതാണ് പോലെ അവരുടെ വീട്ടിൽ ഒരുമിക്കും നാമേ തീരമോരത്തെ തികതള്ളും നാമേ നീ പുഴയോരത്തെ പോലെ വിടരും നെല്ലിൽ അനുരാഗാനമായി നീ വീണ്ടും വീണ്ടും കടപ്പിൽ കമലതളും നടന്ന പുലരിമഴ കടപിടിയിൽ കമലതളം കവിളിണയിൽ സിന്ദൂരം നടന്ന കഴിപ്പാണ് മുഴുവൻ ഡാൻസ് ആടുന്നില്ല. കട്ടില് കട്ടില് ഗോല് സിംഗിള സക്കുന്ന ഗോല് നിന്ന് കേള് നീ വന്നാ ഹൃദയം പൊട്ടി വഴിയും പറ്റി
എന്റെ മുളകളിലെ ആ പകല് കൊള്ളുമ പണിയെടുത്ത് പകല് കൊള്ളുമ പണിയെടുത്ത് പകല് കൊള്ളുമ പണിയെടുത്ത് കശിനി കണ്ടു കുട്ടിക്ക് എന്റെ മുളകട്ടതിലകലവേണ്ട എന്റെ മുളകട്ടതിലകലവേണ്ട ఓసారి పావు తక్కువ 10ంటికోసారి పడుకుంటే ఓసారి మెలుకుంటే ఓసారి ఏమి దోసతో కూసుంటే ఓసారి ఏళ్ళు తొక్కుతుంటే ఓసారి కాలు తొక్కుతుంటే ఓసారి నువ్వు పక్కనుంటే ప్రతొక్కసారి వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ అంటే ఓసారి పోతే ఓసారి చాటుమాటుగా సయ్యంటే ఓసారి పూలడితే ఓసారి నగలడితే ఓసారి సాదా సీదా చీర కట్టెతే ఓసారి ఒళ్ళు ఇసుకుంటే ఓసారి ఇళ్ళు సిమ్ముతుంటే ఓసారి నీళ్లు తోడుతుంటే నిజంగా ఓసారి వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చెప్పేస్తుండాయి ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చెప్పేస్తుండాయి నువ్వు నూరుకున్నప్పుడు బయట పోటీ సమట నువ్వు తుడుచుకున్నప్పుడు దండానని సొక్కారేస్తున్నప్పుడు నీ ఒంటి వాసనతగా గుర్తొచ్చినప్పుడు రెండు చేతులకి చుట్టూ ముడిసినప్పుడు జెండు కత్తుకొని పడుకున్నప్పుడు అలసిపోయి నువ్వు ఆవరించినప్పుడు వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్